ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു കോഡിലാറ്ററലാണ്. ഓക്കെ, ഇതിൽ ഓരോ ആംഗിളിനും എന്ത് വരച്ചിട്ടുണ്ട്? ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ അതിൻ്റെ ബൈസെക്ടറാണ് AQ എന്ന് പറയുന്ന ലൈൻ. ആംഗിൾ ബിൻ്റെ ബൈസെക്ടറാണ് BP എന്ന് പറയുന്ന ലൈൻ. ആംഗിൾ സിൻ്റെ ബൈസെക്ടറാണ് CP എന്ന് പറയുന്ന ലൈൻ. ആംഗിൾ ഡിൻ്റെ ബൈസെക്ടറാണ് DQ എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ഈ 4 ലൈൻസും ഈ 4 ബൈസെക്ടറും എന്തായിട്ടുണ്ടാവും? ഈ ആംഗിളിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? അതിൻ്റെ സെൻറ്ററിൽ വേറൊരു കോഡിലാറ്ററൽ ഉണ്ടാക്കി. ആ കോഡിലാറ്ററൽ എന്താണ്? അത് ഒരു സൈക്ലിക് കോഡിലാറ്ററാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് വേണ്ടത്. സൈക്ലിക് കോഡിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ആ ആംഗിൾസിൻ്റെ സമ്മ് P+Q = 180 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ എന്താണ്? നമുക്കിത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഇല്ലേ, നമ്മൾ ട്രയാംഗിൾസിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ സാധനം പ്രൂവ് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ഇത് കാണുന്നത്ര പോലെ വലിയ സാധനമൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ആംഗിൾ എടുക്കുക, ആംഗിൾ എയും ആംഗിൾ ബിയും. ഓക്കെ, ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ. എന്താണ്? ഇങ്ങനെ ഒരു ട്രയാംഗിൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇതാണ് ആ ട്രയാംഗിൾ. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ABR. എന്നുള്ള ഒരു ആംഗിൾ ഇവിടെ ട്രയാംഗിൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ആംഗിളും എന്താണ്? ഹാഫ് ഓഫ് എ ആണ് അല്ലേ? ഹാഫ് ഓഫ് എ ആണ്. ഇവിടെ തന്നെ ഹാഫ് ഓഫ് ആംഗിൾ ബി ആണ് അല്ലേ? അതായത് ആംഗിൾ എന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ അല്ലേ? മിസ് പറഞ്ഞിട്ടുണ്ട് ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ആംഗിൾ എനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലൈന് ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഹാഫ് അല്ലേ ഉണ്ടാവുക? മൊത്തം എൻ്റെ ഇവിടെ ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും ഉണ്ടാവുക. ഇത് 50 ആയിരിക്കും ഉണ്ടാവുക. ഈ ട്രയാംഗിളിൽ എന്താണ്? ഇത് 50 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ മൊത്തം 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? 30 ആണ് ഉണ്ടാവുക അല്ലേ? അതാണ് മിസ് പറഞ്ഞു വന്നത്. എന്താണ്? ഹാഫ് എയും ഹാഫ് ബി ആവും എന്ത്? ഈ ട്രയാംഗിളിൻ്റെ 2 ആംഗിളും വരുന്നുണ്ടാവുക ആണല്ലോ അല്ലേ? ഈ ട്രയാംഗിളിൻ്റെ 2 ആംഗിളും എന്താവും വരുന്നുണ്ടാവുക? ഹാഫ് എയും ഹാഫ് ബിയും. ആ ആംഗിൾസ് നമുക്കൊന്ന് എഴുതി വെക്കാം. ഏതാ വരിക? ആംഗിൾ BAR അല്ലേ? ആംഗിൾ BAR = ഹാഫ് എ ആണല്ലോ അല്ലേ? പിന്നെ എന്ത് ചെയ്യാം? അടുത്തത് ഈ ആംഗിൾ എഴുതി വെക്കാം. ആംഗിൾ ABR അല്ലേ? ആംഗിൾ ABR ഇതെന്താണ്? ഹാഫ് ബി ആണ്. ആംഗിൾ ബി ആണ് അല്ലേ? ആ സാധനം മനസ്സിലായാലും എന്താണ്? അത് ബൈസെക്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അതെന്തിനാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്? അപ്പം ഈ ആംഗിൾ നമുക്ക് എന്താണ്? അത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾ കണ്ടെത്തിയാൽ ഇത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലേ? അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ ആ ആംഗിളിൻ്റെ പേരെന്താണ്? ARB അല്ലേ? ആംഗിൾ ARB അതെന്തായിരിക്കും? നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് 180 മൈനസ് ആംഗിൾ BAR പ്ലസ് ABR അല്ലേ? ഈ 2 ആംഗിളും കൂടി മിസ്സിനാണ് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മിസ് അങ്ങനെ എഴുതിയത്. എന്താണ്? ആംഗിൾ ARB = 180 മൈനസ് അല്ലേ? ഈ 2 ആംഗിളിൻ്റെ സമ്മിനോട് 180 മൈനസ് ചെയ്തതാവില്ലേ വരിക അല്ലേ? നമ്മളെന്താണ്? നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പോൾ എന്താണ്? ആംഗിൾ BAR പ്ലസ് ആംഗിൾ ABR അങ്ങനെ എഴുതി കൂടെ. അത് നമുക്ക് എന്ത് ചെയ്താം? 180 മൈനസ് എന്താ വരിക? ആംഗിൾ BAR എന്താണ്? ഹാഫ് ആംഗിൾ A പ്ലസ് ഹാഫ് ആംഗിൾ B അല്ലേ? ഇത് നമുക്ക് വീണ്ടും ഷോർട്ടാക്കാം. നമുക്ക് ഹാഫ് 180 മൈനസ് ഇതിൽ രണ്ടിലും ഹാഫ് ഉണ്ട്. അപ്പോൾ ഹാഫ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആംഗിൾ A പ്ലസ് ആംഗിൾ B അല്ലേ? എന്ത് വരും? 180 മൈനസ് എന്താ വരിക? 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് ആംഗിൾ B. ഇതാണ് എന്ത് വരിക? ആംഗിൾ ARB അല്ലേ? അതായത് ഈ ആംഗിളാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ? ഈ ആംഗിളാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതേ തന്നെ ആയിരിക്കുമല്ലോ ഈ ആംഗിളും വരിക അല്ലേ? ഈ ആംഗിൾ രണ്ടാളും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്.
അല്ലേ? അപ്പം എന്ത് കണ്ടെത്തി? നമ്മൾ ആംഗിൾ ARB കണ്ടെത്തി. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇതെന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ട്രയാങ്കിൾ എടുക്കാം. അതേതാണ് ട്രയാങ്കിൾ? ആംഗിൾ CDS അല്ലേ? ട്രയാങ്കിൾ എന്താണ്? CDS ആണ്. ട്രയാങ്കിൾ CDS ആണ്. അപ്പോൾ ഇതിൽ ഈ ആംഗിൾ കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിളും കണ്ടെത്താം. കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്, ഈക്വൽ ആംഗിൾസ് ആണ്. എന്തുകൊണ്ടാണ്? അത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഈ ആംഗിളും പ്ലസ് ചെയ്താൽ 180 എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ, ഓപ്പോസിറ്റ് ആംഗിൾ 180 പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പറയാം. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ആംഗിൾ നമുക്ക് അതേപോലെ കണ്ടെത്താം. ഓക്കെ, ഇതെന്താണ്? ഹാഫ് ഓഫ് D ആണ്, ഇത് ഹാഫ് ഓഫ് C ആയിരിക്കും. നമുക്ക് ഓരോന്ന് എഴുതാം അല്ലേ? ആംഗിൾ എഴുതാം. ഓക്കെ, ഏതാണ് വരിക? ആംഗിൾ ഏതാണ് വരിക? ആംഗിൾ SDC. SDCനെ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ SDC. അതിന് നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഓഫ് D എന്ന് എഴുതാം അല്ലേ? അതെന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. എന്താണ്? അത് ബൈസെക്ട് ചെയ്തതല്ലേ? അപ്പം ഹാഫ് ഓഫ് ആംഗിൾ D എന്ന് എഴുതാം. ഇനി എന്ത് എഴുതാം? ഇനി നമുക്ക് ഈ ആംഗിൾ ഉണ്ടല്ലോ, SCD, ആംഗിൾ SCD അല്ലേ? അതെന്താണ്? ഹാഫ് ഓഫ് C ആയിരിക്കും അല്ലേ? ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്തതല്ല, അപ്പോൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് എഴുതാം? നമുക്ക് ഹാഫ് ഓഫ് ആംഗിൾ C എന്ന് എഴുതാം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടെത്താനുള്ളത്? ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ അല്ലേ കണ്ടെത്താനുള്ളത്? അതെന്താണ്? ആംഗിൾ CSD ആണ് നമുക്ക് കണ്ടെത്താനുള്ള ആംഗിൾ. അതെന്താണ്? 180 മൈനസ് ഈ രണ്ട് ആംഗിളും മൈനസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അല്ലേ? കാരണം എന്താണ്? ഈ 3 ആംഗിളും കൂട്ടിയാൽ 180 ആണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ 180 മൈനസ് എന്താണ്? ആംഗിൾ SDC പ്ലസ് ആംഗിൾ SCD അല്ലേ? ഈ രണ്ട് ആംഗിളും കൂട്ടിയാലാണ് എന്ത് വരിക? ഈ രണ്ട് ആംഗിളും കൂട്ടിയാലാണ് ഈ 180 മൈനസ് ചെയ്യണം. ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. അതെന്താണ്? നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ 180 മൈനസ് SDC എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് D ആണ് അല്ലേ? ഹാഫ് ഓഫ് D പ്ലസ് ഹാഫ് ഓഫ് C അല്ലേ? SCD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് C ആണ്. അതിൽ എന്ത് ചെയ്താൽ 180 മൈനസ് രണ്ടിന്നും ഹാഫിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്? ആംഗിൾ D പ്ലസ് ആംഗിൾ C. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഏത് ആംഗിളാണ് നമുക്ക് കിട്ടിയത്? ആംഗിൾ CSD ആണ് നമുക്ക് കിട്ടിയത്. ഏത് ആംഗിളാണ് നമുക്ക് കിട്ടിയത്? CSD. ഈ രണ്ട് ആംഗിളും നമുക്ക് കിട്ടി അല്ലേ? ഈ രണ്ട് ആംഗിളും നമുക്ക് കിട്ടി. ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി അല്ലേ? അപ്പം എന്താണ്? നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം എഴുതാം. എന്താണ്? നമ്മളിവിടെ കണ്ടെത്തിയ ആംഗിൾ ARB ഉണ്ടല്ലോ. ആംഗിൾ ARB ഈക്വൽ ടു അല്ലേ? ആംഗിൾ ARB ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ PRQ ഈക്വൽ ആണ് അല്ലേ? PRQ ഈ ആംഗിളിന് ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ PRQ. എന്തുകൊണ്ടാണ്? അവർ രണ്ടാളും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അവർ രണ്ടാളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്താ? ആംഗിൾ CSD ഈക്വൽ ടു ഏതാണ്? CSD വരുന്നത്? CSD ഈ ആംഗിളാണ് വരുന്നത്. ഈ ആംഗിൾ എന്താണ്? PSQന് ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ PSQന് ഈക്വൽ ആണ്. അതും എന്താണ്? അതും നമുക്ക് എന്ത് ചെയ്താം? അവർ രണ്ടാളും എന്താണ്? ഓപ്പോസിറ്റ് ആണെന്ന് എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അവർ രണ്ടാളും. അവർ രണ്ടാളും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇപ്പം എന്ത് എഴുതി? നമുക്കിപ്പോൾ കിട്ടിയത് നമ്മൾ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് ആണ്. അതേതൊക്കെയാണ് വരിക? PRQS അല്ല? ഈ ആംഗിളും നമുക്ക് കിട്ടിയത് അല്ലേ? ഇത് രണ്ടും കൂടി സമ്മ് ചെയ്താൽ 180. ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാ 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 180 മൈനസ് ഹാഫ് ഓഫ് A പ്ലസ് B. ഇവിടെ എന്താണ്? 180 മൈനസ് ഹാഫ് ഓഫ് D പ്ലസ് C കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇനി ഇത് രണ്ടും 180 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ
ഈ ആംഗിളും പ്ലസ് ചെയ്താൽ 180 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി നമുക്കിത് സൈക്ലിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ രണ്ടും നമുക്ക് കൂട്ടി വെക്കാം. ഏത് ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PSQ അല്ലേ? ഏതാണ് ആംഗിൾ PRQ, ഈ ആംഗിളും ആംഗിൾ PSQ ഈ ആംഗിളും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, PRQന് നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്തു, ആംഗിൾ ARBക്ക് ഈക്വൽ അല്ലേ? അപ്പോൾ എന്ത് ചെയ്താം, അതെന്താണ് 180 മൈനസ് ഹാഫ് ഓഫ് A പ്ലസ് ബി എന്ന് എഴുതാം അല്ലേ? എന്താണ് 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് ആംഗിൾ B അല്ലേ? ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം, പ്ലസ് അല്ലേ? എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്, 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ D പ്ലസ് ആംഗിൾ C അല്ലേ? ഇത് രണ്ടും കൂടിയാണ് പ്ലസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 180 പ്ലസ് 180 360 വരും അല്ലേ? 360 വരും. ഇത് നമുക്ക് എന്ത് ചെയ്താം, ഹാഫ് മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും, എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? ഈ രണ്ട് ഇക്വേഷനും ഹാഫ് പുറത്തേക്ക് എടുത്തിട്ട് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ന് എഴുതാം അല്ലേ? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ന് എഴുതാം നമുക്ക്. ഓക്കെ അല്ലേ? അത് ഞാൻ എഴുതിയത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഈ രണ്ട് ആംഗിൾ കൂട്ടിയതാണ് നമുക്ക് എന്ത് കിട്ടിയത്, 360 മൈനസ് ഹാഫ് ഓഫ് A പ്ലസ് B പ്ലസ് C പ്ലസ് D കിട്ടി അല്ലേ? നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്, 360 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇതിൽ നോക്ക്, നമ്മളെ കോർഡിനേറ്ററിൽ ഏതായിരുന്നു, ആംഗിൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D അല്ലേ? അതിൽ ആ 4 ആംഗിളും ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 360 ആണ് കിട്ടുക അല്ലേ? ഏതൊരു കോർഡിനേറ്ററിൻ്റെയും 4 സമ്മ് കൂട്ടിയ ട്രയാങ്കിൾസിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്താണ്, 180 ആണ്. ഇനി കോർഡിനേറ്ററിൻ്റെ സം ഓഫ് ആംഗിൾസ് 360 ആണ് അല്ലേ? അപ്പോൾ അതല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D അതല്ലേ ഇവിടെ പറഞ്ഞത്. അതെന്താണ് വരിക, 360 അല്ലേ വരിക അല്ലേ? നമുക്കിവിടെ കിട്ടിയത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D അല്ലേ? ഇപ്പം ഇങ്ങനല്ലേ നമ്മളെ കോർഡിനേറ്ററിൽ ആദ്യം വന്നത്, A B C D ഇത് 4ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക, 360 ആണ് കിട്ടുക അല്ലേ? നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി ആണത് അല്ലേ, ട്രയാങ്കിൾസിൻ്റെ പോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്താൽ 360 മൈനസ് ഹാഫ് ഓഫ് എന്താണ് വരിക, A പ്ലസ് B പ്ലസ് C പ്ലസ് D ഈ 4 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക, 360 കിട്ടുള്ളൂ അല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് 360 നമുക്ക് കിട്ടുള്ളൂ. അതെന്താണ്, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളും കൂടി സമ്മ് ചെയ്താൽ 360 ആണ്. ഒരു ട്രയാങ്കിളിലാണെങ്കിൽ അത് 180 ആണ് അല്ല? ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് 180 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് വരും 360 മൈനസ് 180 ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടി. നമുക്ക് എന്താ 180 ഡിഗ്രി കിട്ടിയത്, ഇതാ ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PSQ അല്ലേ? ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PSQ അല്ലേ? അതാണ് എന്ത് കിട്ടിയത്, 180 ഡിഗ്രി എന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അത് ഏതായിരുന്നു ആംഗിൾ വന്നത്, ഇതാ ഇങ്ങനല്ലേ വന്നത്, PQRS ഈ ആംഗിളും അല്ലേ? നമുക്ക് സെൻറ്ററിൽ കിട്ടിയ ആംഗിളാണ് ഈ ആംഗിളും അല്ലേ? ഈ രണ്ട് ആംഗിൾസ് സമ്മ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 180 കിട്ടി അല്ലേ? 180 കിട്ടി. ഇങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടിയ ഏതിലാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? ഹെൻസ് വി പ്രൂവ്ഡ് അല്ലേ? എന്താണ് ഹെൻസ് വി പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്തത്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ അല്ലേ? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ഹെൻസ് ദ ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നമുക്ക് പറഞ്ഞൂടെ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, നമുക്ക് പറഞ്ഞൂടെ എന്തുകൊണ്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്, 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി വന്നുകൊണ്ട് അതെന്താണ്, അത് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? ഇതാണ് ആ സാധനം. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ?